ഏട്ടാ കുഞ്ഞിന്റെ യൂണിഫോം ബുക്കും വാങ്ങിക്കാൻ പോയാലോ? മലമ്പുഴയ്ക്ക് കുഞ്ഞിന് നല്ല മഴക്കാറുണ്ടാ, മഴ പെയ്യും. നമുക്ക് മലമ്പുഴയ്ക്ക് പിന്നെ പോട്ടോ. കുഞ്ഞിന് ബുക്കും ബാഗും അങ്ങനെ അടുത്ത ആഴ്ച പോയപ്പോരെ. എന്തായാലും കുഞ്ഞിന് ജൂൺ 8-നല്ലേ സ്കൂൾ തുറക്കുള്ളൂ. ഇന്നിപ്പോ 28 ഏട്ടാ, 8-ാം തീയതി ആകുമ്പോഴേക്കും സ്റ്റിച്ച് ചെയ്ത് കിട്ടണ്ടേ? അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വിട്ടോളൂ. നമുക്ക് ഭാസ്കരേട്ടനെ കൊടുത്താൽ പോലെ. ഭാസ്കരേട്ടനിൽ കൊടുക്കുന്നതിനല്ല, ബാഡ്ജ് വാങ്ങിക്കണ്ടേ യൂണിഫോമിൽ തയ്ക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ ബുക്ക് വാങ്ങിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണത്രേ. ഒരാഴ്ചയല്ലേ അവർ തുടങ്ങിയിട്ട്. നമുക്കാണെങ്കിൽ ഇപ്പോൾ എവിടെയും സമയം കിട്ടുന്നില്ല പോകാൻ. ഏട്ടാ പിന്നെ നാളെ ലീവില്ലല്ലോ. എൻ്റെ ലീവ് എന്തിനാ നീ നോക്കുന്നേ? നിനക്കും കുഞ്ഞിനും കൂടി പോയിക്കൂടെ? ഞാൻ വേണമെങ്കിൽ ആ സുഭാഷ് ഏട്ടൻ്റെ ഓട്ടോറിക്ഷ പിടിച്ചിരാം. ആ എന്താ അങ്ങനെ പറയണത്? നിങ്ങളില്ലാണ്ട് ഞാൻ ഇത്രയും കാലം എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇതിപ്പോൾ ഞായറാഴ്ച അല്ലേ, എന്ത് പരിപാടി ഉള്ളത്? എടോ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അനിലേ, അവൻ്റെ പെങ്ങളുടെ കല്യാണം. അപ്പം ഇന്ന് വൈകുന്നേരം ഞങ്ങളെ കൂടി സ്റ്റാഫൊക്കെ കൂടി പോകുന്നുണ്ട്. കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ച് പോകണ്ടേ. കല്യാണം നാളെയാണ്. പിന്നെ എനിക്ക് നാളെ ലീവ് കിട്ടില്ലല്ലോ. മറ്റേ പ്രൊജക്ടിൻ്റെ തിരക്കാണ്. കല്യാണത്തിൻ്റെ ഇതൊക്കെ വൈകിട്ടല്ലേ, ഉച്ചയിലായിട്ടുള്ളൂ. നമുക്ക് 3 ആൾക്കും കൂടി ബുക്ക് വാങ്ങിച്ചിട്ട് അതിലൂടെ അങ്ങോട്ട് പോവാം. പപ്പയ്ക്ക് അത്യാവശ്യമായിട്ട് പോകണ്ട, അല്ലെങ്കിൽ കുഞ്ഞിനോട് വരില്ലേ? എവിടെ കറക്റ്റ് ദാവിനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഹലോ, ആ നിങ്ങളോ ഇറങ്ങിയോ? അവിടെ ഞാനൊരു അരമണിക്കൂറിൽ. ആ ശരി. എടോ കൊണ്ടോ എല്ലാവരും എത്തി. ഞാനേ കുളിച്ചിട്ട് കേട്ടോ. ചോനെ അവിടെ നിന്നോ, കളിച്ചോ. കുഞ്ഞുസേ, പോയി റെഡിയാകാം. നമുക്ക് പോയിട്ടേ യൂണിഫോം ബുക്കൊക്കെ വാങ്ങിയിട്ട് വരാം. നാളെ പോയതിന് തിരക്കായിരിക്കും. അപ്പനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പോ, റെഡി ആയിക്കോ.